ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ എയർലൈൻസിലാണ് ബുക്ക് ചെയ്തത്. ആസ് യു ഓൾ നോ, ഞാൻ ഗോവയിൽ ട്രിപ്പ് പോയതായിരുന്നു. അപ്പം ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാണ് ചെയ്തത്. കാരണം ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണി ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടെ ആവുന്നില്ലായിരുന്നു. 13 hours ഗോവ ടു ബാംഗ്ലൂർ, പിന്നെ അവിടെ നിന്നും 15 to 18 hours ആണ് ട്രെയിനിലാണെങ്കിൽ വരിക. അപ്പം ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതാണ്, റിട്ടേൺ മാത്രം. അപ്പം ഇത് കമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്, ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെർമിനൽ 1 എൻ്റെ ഡിപ്പാച്ചർ വരുന്നത്. നമ്മൾ എൻട്രൻസിൽ ചെക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ പോവുക ടെർമിനൽ 1 ആദ്യം എനിക്ക് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാം. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിനകത്ത് കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഫൈനലി ഞാൻ എൻ്റെ ബോർഡിംഗ് പാസും ടിക്കറ്റും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബട്ട് അത് മോർ ദാൻ 7 kg ആയതുകൊണ്ട് ക്യാബിനിൽ വെക്കേണ്ട ആവശ്യമാണ്. അപ്പം നേരത്തെയും കണ്ടുമൊക്കെ പോയേ പറ്റും. ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ ഈ എയർപോർട്ടിൽ സിംപ്ലി വന്നിട്ടുണ്ട്, എയർപോർട്ട് കാണാനും വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ മാത്രമായിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ അടുത്ത് തന്നെ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറാൻ പറ്റുന്നുള്ളൊരു ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയതുകൊണ്ട് എന്തായാലും കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. കോഫിക്ക് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. 8:15 ഞാൻ വേഗം ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി.
എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് 9 o'clock 9 o'clock ട്രിവാൻഡ്രത്തോട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബോർഡ് ചെയ്തെങ്കിലും ഞാൻ വേഗം ഓടിപ്പോയി കയറി. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അതിനകത്തിരുന്ന് വീഡിയോ എടുത്തെടുത്ത് മരിക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഫൈനലി ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. 1 hour പോയത് അറിഞ്ഞതേ ഇല്ല. കണ്ണുപൂട്ടി തുറക്കുമ്പോഴത്തേക്ക് എത്തിപ്പോയി. ഇപ്പൊ അത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. ഞാനും മെല്ലനെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. ഇതിന് നടുക്കൊരു കോമഡി ഉണ്ടായി. എൻ്റെ ബാഗിന്റെ വെയിറ്റ് more than 7 kg ആയതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ടൊക്കെയാണ് കയറി വന്നത്. ഫ്ലൈറ്റ് മിസ്സാവേണ്ടതായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ച് കേരളത്തിലെത്തി ഗൈസ്. അവർ ഇൻഡിഗോന്റെ തന്നെ ബസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റിലോട്ട് പോകാൻ. അങ്ങനെ അവർ ഞങ്ങളെ ബസ്സിൽ കൊണ്ടുപോവാണ് ചെയ്യുക. ഞാൻ വന്ന ഫ്ലൈറ്റ് ഇപ്പോഴാണ് ഞാൻ നേരെ ഒന്ന് കാണുന്നത്. കാരണം അത് നമ്മൾ നേരെ അതിനകത്തോട്ടാണല്ലോ കയറുക. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാനിതാ അറൈവലിലെത്തി. എൻ്റെ ഫ്രണ്ട് കൂട്ടാൻ വന്നിട്ടുണ്ട്. സമയം 10:30. എല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കേരളത്തിൽ തിരിച്ചെത്തി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യം എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ലാൻഡിങ്ങിൻ്റെയും ടേക്ക് ഓഫിൻ്റെയും സമയത്ത് ചെറുതായിട്ടൊരു പ്രഷർ വേരിയേഷൻ്റെ ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. Thank you for watching. Bye bye.